അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണേന് ദോശയും ചമ്മന്തിയുമായിരുന്നേ. ഇന്ന് ഇവന് ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വൈകിപ്പോയി എണീറ്റത്. ബുൾബുളിൻ്റെ ടെസ്റ്റാണ് കേട്ടോ. സെൻറ്റ് തെരേസാസിൽ 8:15 കൊണ്ടുപോയി ആക്കണം. അപ്പോൾ അത് ഞങ്ങൾ സമയത്തൊക്കെ തന്നെ വന്നു, പക്ഷേ എണീറ്റ് ഇത്തിരി വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അവൾ ക്ലാസ്സൊക്കെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ബുൾബുളിൻ്റെയും കപ്സിൻ്റെയും ഫോട്ടോസ് കാണുന്നതിന് ഇവിടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ചേച്ചിയുടെ മോനാണ് കേട്ടോ, നോഹ എന്നാണ് പേര്. ഇപ്പോൾ കണ്ട ആ പെങ്കൊച്ചില്ലേ, അത് ഇവൻ്റെ അനിയത്തിയാണ് കേട്ടോ, നാദിൻ എന്നാണ് കേട്ടോ പേര്. ഇത് 2ാം ക്ലാസ്സിലുള്ള ബുൾബുളിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇയാൾ അവിടെ പ്രെയർ തുടങ്ങാനായിട്ട് അവർ ടീച്ചേഴ്സിൻ്റെ റൂമിൽ കയറി പ്രെയർ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. കോളേജിൻ്റെ അവിടെ സ്കൂൾ വണ്ടിയുണ്ട്, അപ്പോൾ അതിലാണ് പോണത്. അവരെന്നിട്ട് തോപ്പുംപടിയിലാണ് കേട്ടോ. തോപ്പുംപടിയിൽ പോയി പിന്നെ ഇനി വൈകുന്നേരം വരത്തുള്ളൂ, 5-5:30 ആവും വരുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണേട്ടാ. ഈസ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് നിന്നേക്കണത്. എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണേരുന്നേ. അപ്പോൾ ഞങ്ങൾ അതിനെ കൊണ്ടുവരാനും കൂടി കണക്കാക്കി പോയതാണ് കേട്ടോ. അപ്പനെ കണ്ടപാടെ ഒന്ന് കറങ്ങണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരങ്ങോട്ട് കറങ്ങാൻ വേണ്ടി പോയി. ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ല ഉപ്പിലും എന്താ ബീഫിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നേ. പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത്, നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നത്. അപ്പം നെയ്യോട് കൂടി 2-3 കഷ്ണവും കൂടി കൂട്ടി ഞാൻ വേഗം ഒരു പാത്രത്തിൽ 2-3 കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, എടുത്ത് വേഗം കഴിക്കണേനെ.